എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇന്നത്തെ ടൈം അവസാനിച്ചു, നിനക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് തിരികെ പോവാന്ന് പറഞ്ഞ് ആളങ്ങനെ തിരികെ നടക്കും. ഗോകുവിനാണെങ്കിൽ അത് സഹിക്കില്ല. ഓ നോ, ഞാൻ ഇപ്പോഴും തോറ്റിട്ടില്ല, ദയവ് ചെയ്ത് ഈ മത്സരം അത് അവസാനിപ്പിക്കരുത്, അത് അവസാനിപ്പിച്ച എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയും മാസ്റ്ററിനെയും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നു പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവരുടെ പിന്നാലെ പോയി ആൾ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോകുവിന്റെ ഓരോ പഞ്ചുകളും ഹായ് ആയിട്ട് തടഞ്ഞ് അവനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. നിനക്ക് പവർ ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. എന്നെ ഡിഫീറ്റ് ചെയ്യാതെ അദ്ദേഹത്തെ കാണാനായിട്ട് നിനക്ക് സാധിക്കില്ല. ഇതൊരു ടെമ്പിൾ ആണ്, ഇവിടെ റൂൾസ് ഉണ്ട്, ടൈം ഉണ്ട്. ബ്രേക്ക് ചെയ്ത് ഒന്നും തന്നെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിന് ഗോകു ആണെങ്കിൽ ഇപ്പോൾ ആളോട് റിക്വസ്റ്റ് ചെയ്യും, എനിക്കൊരു അല്പം ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്, ഞാനിപ്പോൾ ടയേർഡാണ്, ഒരല്പ സമയം കൂടെ എനിക്ക് തരണം. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഓക്കെ പറയും. അത് കേട്ട് ഗോകു ആണെങ്കിൽ ഇപ്പോൾ ടെമ്പിളിന് ചുറ്റും ഓടുവാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ വണ്ടർ അടിച്ച് ഗോകുവിനെ നോക്കും. എങ്ങനെയൊരു ക്രേസി ആയിട്ടുള്ള പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ കാമേ ഹൗസ് കാണിക്കും. അവിടെ എല്ലാവരും ഇപ്പൊ ഗോകുവിനെ കുറിച്ചായിരിക്കും പരസ്പരം സംസാരിക്കുക. സത്യത്തിൽ ഗോകുവിന്റെ പവർ അത് വേറെ ലെവലാണ്. ശരിക്കും ദൈവികമായിട്ടുള്ള എന്തോ ഒരു കഴിവുണ്ടെന്ന് പറയും. അത് കേട്ട് പന്നിക്കൂട്ടനാണെങ്കിൽ ഇപ്പൊ ഗോകുവെ കളിയാക്കും. കൺട്രോൾ പോയ ലോഞ്ച് ആണെങ്കിൽ അവന്റെ തലയ്ക്കൊരു ഒറ്റ ഇടി. നിനക്ക് ഫുൾ ടൈം തിന്നോണ്ടിരിക്കാനും മറ്റുള്ളവരെ ബുള്ളി ചെയ്യാനും മാത്രമേ അറിയൂ. അത് കേട്ട് പന്നിക്കൂട്ടനാണെങ്കിൽ ഇപ്പൊ അവരോട് സോറി പറയാണ്. മറ്റൊരു ഭാഗത്ത് മാർഷൽ ആർട്സ് ആളാണെങ്കിൽ കടലിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം ഒരു സെക്കൻഡ് ഇപ്പൊ അവസാനമായിട്ടുള്ള ഗോകു ആയിട്ടുള്ള നിമിഷം അത് ആലോചിക്കും. ഉറപ്പായാലും അടുത്ത മാർഷൽ ആർട്സ് മത്സരത്തിലും ഞാൻ തന്നെ ജയിക്കും, ഞാൻ നിന്നെ തോൽപ്പിക്കും ഗോകു എന്ന് ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ പറയും. അത് കേട്ട് ഗോകു ചിരിക്കുന്നതായിട്ട് തോന്നിയ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ വമ്പ ഫോഴ്സിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഗോകു ആണെങ്കിൽ ഒരുപാട് ദൂരം ഓടിയും നടന്നും ആകെ ടയേർഡായിരിക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ ഒരു ഇഞ്ച് നടക്കാൻ കഴിയുന്നില്ല. ഗോകു ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ആ ബ്ലാക്ക് മാനെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അവനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പൊ അങ്ങനെ ഇൻവിസിബിളായി ഗോകുവിന്റെ പുറകിലെത്തും. ഗോകുവിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഓ നോ, ഇതിൽ നിങ്ങളുടെ മൂവ്മെന്റ്സ് അതെനിക്ക് കാണാൻ പോലും സാധിച്ചില്ല, നിങ്ങൾക്ക് പുറകിലും കണ്ണുണ്ടോ? അതിനാ ബ്ലാക്ക് മാൻ പറയും, എനിക്ക് പുറകിൽ കണ്ണൊന്നുമില്ല, നിന്നെ പോലെ തന്നെ ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു മൂവ്മെന്റ് അത് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാനായിട്ട് കഴിയും. ഞാൻ ഉപയോഗിച്ചത് ഒരു സാധാരണ പവർ തന്നെയാണ്. ഗോകു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അപ്പോ നിന്റെ മൂവ്മെന്റ് അത് ലൈറ്റ്നിങ്ങിന്റെ അത്രയും ഫാസ്റ്റ് ആണോ? എനിക്കും ഗാർഡിയൻസിനൊക്കെ ഇത്രയധികം പവർ ഉണ്ടെന്ന് ഇപ്പൊ ബ്ലാക്ക് മാൻ പറയും. ഗോകുവിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്, അവൻ ചാടിത്തുള്ളും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, എന്നെ കഴിഞ്ഞും പവറുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് ഏറെ ഇഷ്ടം, സോ ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. അത് കണ്ട് ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഭയങ്കര അതിശയം. നിങ്ങളുടെ കൂടെ നിന്ന് ട്രെയിനിങ് എടുത്ത് നിങ്ങളെ തന്നെ തോൽപ്പിക്കുന്നു പറഞ്ഞ് ഗോകു ആണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ആ ടെമ്പിളിൽ ആരോ ഒരാള് ഗോകുവെ തന്നെ നോക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ രണ്ട് സോൾജിയേഴ്സ്, അവരാണെങ്കിൽ അവർ രണ്ട് വാഹനങ്ങളായിട്ട് ആ കാട് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു ജൈന്റ് കിടന്നുറങ്ങുന്നത് കാണും. അവർ ചെക്ക് ചെയ്യും, ഇതൊരു ആനിമൽ ആണെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് നടക്കും. അപ്പോഴായിരിക്കും വലിയൊരു ഫുട് പ്രിന്റ് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുക. നമുക്ക് എത്രയും വേഗം ബാക്കപ്പിന് ആളെ വിളിച്ചാലോ എന്ന് അതിലൊരു സോൾജിയർ ചോദിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ളവൻ പറയും, വേണ്ട, നമുക്ക് ആദ്യം അതിനെ കണ്ടെത്താം, അതിനുശേഷം ബാക്കപ്പ് വിളിക്കാം. വീണ്ടും ആ ഫുട് പ്രിന്റ് അതങ്ങനെ ചെക്ക് ചെയ്ത് മുൻപോട്ടേക്ക് നടന്നു വരുമ്പോഴായിരിക്കും ആ ഒരു മോൺസ്റ്റർ കുഞ്ഞിനെ കാണുക. പക്ഷെ അതൊരു മോൺസ്റ്റർ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യില്ല. അത് വെറും ഒരു ബേബി ആണെന്ന് കരുതി അവർ രണ്ടുപേരും ഗണ്ണൊക്കെ ആയിട്ട് അതിനെ റൗണ്ട് ചെയ്യുകയാണ്. നീ ആരാണ്, എന്തിനാണ് ഈ കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? ഇവിടെ ഒരു മോൺസ്റ്റർ ഉണ്ട്, സോ സേഫായി നീ നിന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോകണം. അത് കേൾക്കേണ്ട താമസം ആ കുഞ്ഞൻ മോൺസ്റ്റർ ആണെങ്കിൽ അതിലൊരു ഗണ്ണിൽ പിടിച്ച് അതങ്ങനെ തകർത്ത് കളയാണ്. ആ ഒരു സോൾജിയർ ആണെങ്കിൽ അത് കാണേണ്ട താമസം പേടിച്ച് വിറയ്ക്കും. അവർക്ക് മനസ്സിലാവും അവർ അന്വേഷിച്ചു വന്ന ആ ഒരു മോൺസ്റ്റർ ദൈവം തന്നെയാണെന്ന്. രണ്ടാമത്തെ സോൾജിയർ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ നേർക്ക് ഗൺ പോയിന്റ് ചെയ്യും. സത്യം പറയും, നീയല്ലേ ആ മോൺസ്റ്റർ? ആ കരടിയെ കൊന്നിട്ടതും നീ തന്നെയല്ലേ ചോദിച്ച് അച്ചറം പുച്ചറ ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷെ ആ ജൂനിയർ മോൺസ്റ്റർ അതാണെങ്കിൽ അതിന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ ബുള്ളറ്റ്സ് എല്ലാം തന്നെ തടഞ്ഞ് താഴെ ഇടുകയാണ്. സോൾജിയേഴ്സിനാണെങ്കിൽ പിന്നെ അവിടെ നിൽക്കാനായിട്ട് ധൈര്യം തോന്നില്ല. അവരവിടെ 100-110 ഓടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് ആ ബ്ലാക്ക് മാനോട് സംസാരിക്കുകയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നിനക്ക് ട്രെയിനിങ് തരാൻ ഞാൻ തയ്യാറാണ്, ഒരുപാട് സമയമൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, എത്രയും വേഗം നീ പഠിച്ച് സ്ട്രോങ് ആയി മാറണം. അതിനു മുൻപ് ആദ്യമായിട്ട് നിന്റെ കയ്യിലുള്ള ആ ബെല്ല് അത് നീ എനിക്ക് തരണം. അത് കേട്ട് ഗോകു ആണെങ്കിൽ മറ്റു കൊടുത്ത ആ ബെല്ല് അതിപ്പോ ആ ബ്ലാക്ക് മാന്റെ അരയിൽ കെട്ടിക്കൊടുക്കും. അതിനുശേഷം വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഗോകു ഓരോ തവണ ഫോക്കസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുമ്പോഴും ആളാണെങ്കിൽ ഫൈറ്റിന്റെ വേഗതയിൽ മൂവ് ചെയ്ത് അവന്റെ അറ്റാക്കുകളിൽ നിന്നെല്ലാം തന്നെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് ആളെ ഹിറ്റ് ചെയ്യാനായിട്ട് പറയും. ഗോകു ആണെങ്കിൽ ഒരുപാട് ശ്രമിക്കും, പക്ഷെ ആളുടെ ദേഹത്ത് പോലും അവനെ കൊണ്ട് തൊടാൻ പറ്റില്ല. ഗോകു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ബെല്ലിലേക്ക് നോക്കുകയാണ്.
ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. നിങ്ങൾ ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ആ ബെല്ല് അത് മാത്രം കിലുങ്ങിയില്ല. നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞത്? അതിനാളാണെങ്കിൽ ആ ബെല്ല് ഗോക്കുവിന് കൊടുക്കും. അതിനുശേഷം അവനോട് ട്രൈ ചെയ്യാനായി പറയും. ഗോക്കു ആണെങ്കിൽ ബെല്ല് കിലുങ്ങാതെ ആക്ഷൻ ഇടാൻ ശ്രമിക്കും. പക്ഷെ അവൻ ജസ്റ്റ് ആക്ഷൻ ഇടുമ്പോൾ തന്നെ ആ ബെല്ല് കിലുങ്ങുകയാണ്. ഗോക്കു ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബെല്ല് അത് റിങ് ചെയ്യാതെ ആക്ഷൻ ഇടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവൻ കൈകൊണ്ടും കാലുകൊണ്ടും ആക്ഷൻ ഇടുന്തോറും ആ ബെല്ല് റിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നിന്നെ കൊണ്ട് ഇതിന് കഴിയില്ല. എന്റെ മുൻപിൽ ഇനിയും നിനക്ക് തരാൻ സമയമില്ല. സോ ദയവ് ചെയ്ത് നീ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് ആള് കടന്നു പോകും. ഗോക്കു ആണെങ്കിൽ ആ ബ്ലാക്ക് മാനോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്ത് നിങ്ങൾ കടന്നു പോകാൻ പാടില്ല. എന്റെ മാസ്റ്റർ റോഷിയും മൊട്ടപ്പനും ഞാനും ഞങ്ങൾ 3 പേരും ചേർന്ന് പണ്ട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. എനിക്ക് ആ ട്രെയിനിങ് ആണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ വലിയൊരു മലയുടെ മുകളിൽ അവർ 3 പേരും നിറച്ചൊരു ചട്ടി അതങ്ങനെ ബാലൻസ് ചെയ്യാണ്. മാസ്റ്റർ ആണെങ്കിൽ ആ ചട്ടി താഴെ പോവാതെ ഒരുപാട് അഭ്യാസങ്ങളൊക്കെ കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ ആ ഒരു ഭരണി അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവന്റെ തലയിലുണ്ടായിരുന്ന ഭരണിയിലെ ആ ഒരു വെള്ളം അത് പുറത്തേക്ക് തുളുമ്പുകയാണ്. മറ്റൊരു ഭാഗത്ത് ഗോകു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആക്ഷനൊക്കെ ഇട്ട് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ആ ഒരു കലം മറിഞ്ഞ് ആ വെള്ളം മുഴുവൻ അവന്റെ ദേഹത്തും താഴേക്കും വീഴുകയാണ്. കട്ട് ചെയ്ത ഗോകുവിന് അന്ന് പറഞ്ഞു കൊടുത്ത ടെക്നിക്സ് അതെല്ലാം തന്നെ ഇപ്പോഴായിരിക്കും ഓർമ്മ വരിക. ഗോകു ആണെങ്കിൽ ആ കാര്യം ഇപ്പോൾ ആ ഒരു ബ്ലാക്ക് മാനോട് പറയും, എനിക്ക് ഓർമ്മ വന്നു ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഒരല്പസമയം നിങ്ങൾ എനിക്ക് തന്നേ പറ്റൂ. ബ്ലാക്ക് മാൻ പറയും, ഓൾറെഡി ഒരുപാട് സമയം നിനക്ക് തന്നതാണ്. ഇനിയും ട്രെയിനിങ് എടുത്ത് സമയം കളയാൻ പറ്റില്ല. ഇത്രയും വേഗം ചെയ്താൽ നിനക്ക് നല്ലത്. അതല്ല എങ്കിൽ നീ വീട്ടിലേക്ക് പോയി ഈ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും ഇവിടേക്ക് വാ. ഗോക്കു ആണെങ്കിൽ അടിച്ചു പറയും, ഞാൻ എവിടേക്കും പോകാൻ തയ്യാറല്ല. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ അവരെ തിരികെ പിടിച്ചേ പറ്റൂ. അടുത്ത നിമിഷം ആ ഗാർഡിയന്റെ ശബ്ദം അത് ഗോക്കു കേൾക്കും. നീ ഉറപ്പായാലും ഇവിടം വിട്ട് പോവില്ല. ഗോക്കു ആണെങ്കിൽ ബ്ലാക്ക് മാനോട് അത് ഗാർഡിയന്റെ ശബ്ദമാണോ ചോദിക്കും. അതിനാള് പറയും അതെ. ഗോക്കു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. അതിന് ഗാർഡിയൻ പറയും, തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഇപ്പൊ കാണാൻ പോവാണ്. ഗോക്കു ആണെങ്കിൽ ഡബിൾ ഹാപ്പി. ട്രെയിനിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. എനിക്കിതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആവും. ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ നീ ഭയങ്കര ലക്കിയാണെന്ന് പറഞ്ഞ് ഗോക്കുവിനെയും കൂട്ടി ആ ടെമ്പിളിന്റെ അടുത്തേക്ക് വരും. അവനോട് ആ സ്റ്റെപ്സ് കയറാതെ അവിടെ നിൽക്കാനായിട്ട് ആവശ്യപ്പെടും. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് അവിടെ നിൽക്കും. ഇവിടെ ഉണ്ടപ്പനാണെങ്കിൽ ക്യാറ്റിനോട് ചോദിക്കും, ഗോക്കു അവൻ ആ ഒരു ഗാർഡിനെ കണ്ടിട്ടുണ്ടാവോ? അതിന് ക്യാറ്റ് പറയും, ഒരുപക്ഷെ അവൻ കണ്ടിട്ടുണ്ടാവും. കട്ട് ചെയ്ത ഇവിടെ ആ ഒരാള് സ്റ്റിക്കൊക്കെ കുത്തി പതിയെ പുറത്തേക്ക് വരികയാണ്. ആളെ കാണേണ്ട താമസം ഗോക്കു ആണെങ്കിൽ ഷോക്കാവും. നീ ആ മോൺസ്റ്റർ ആണ്, നീയാണ് എന്റെ മാസ്റ്ററിനെ ഫ്രണ്ട്സിനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് ഓടി വന്ന് ആൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആളാണെങ്കിൽ ചെറിയൊരു സ്നാപ്പ് ചെയ്ത് അവനെ തെറിപ്പിച്ച് കളയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ക്യാച്ച് ചെയ്ത് അവനോട് കാര്യം പറയും, നീ കരുതും പോലെയല്ല, നീ കരുതുന്ന മോൺസ്റ്റർ അത് ഇദ്ദേഹമല്ല. ഉടനെ ആളാണെങ്കിൽ ഗോകുവിനോട് പറയും, ഞാൻ ഈ ലോകത്തിന്റെ തന്നെ ഗാർഡിയനാണ്. നിന്നെ കാണാൻ ഇപ്പൊ മനസ്സുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആക്ച്വലി എന്റെ ബോഡിയിൽ ഒരു ഈവിൾ പവർ ഉണ്ടായിരുന്നു. അത് ആ ഗാർഡിയൻസിന്റെ പവർ അത് വളരെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരുപാട് വർഷക്കാലം ചെയ്തും കോൺസെൻട്രേറ്റ് ചെയ്തുമാണ് ആ ഒരു ബാഡ് പവറിനെ ഞാൻ എന്നിൽ നിന്ന് ഒഴിവാക്കിയത്. ആ ഒരു പവറാണ് പിന്നീട് നീ കൊന്ന ആ മോൺസ്റ്ററായി മാറിയത്. അവൻ ഇല്ലാതാക്കിയവരെ തിരികെ പിടിക്കാനാണ് നീ ഇവിടെ വന്നേക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുൻപ് എന്റെ അണ്ടറിൽ ഇനി മുതൽ ട്രെയിൻ ചെയ്യണം. അതിന് ഗോകു ആണെങ്കിൽ ഓക്കെ പറയും. ഗാർഡിയൻ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഞാൻ വീണ്ടും ആ ഡ്രാഗനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിലൂടെ നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും നമുക്ക് തിരികെ പിടിക്കാൻ പറ്റും. അത് കേട്ട് ഗോകു അവൻ ഒരുപാട് സന്തോഷത്തിൽ മറന്ന് ആഘോഷിച്ച് തുള്ളിച്ചാടും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.